ഖസ്വാ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 11 കൊല്ലമുണ്ടായി. 4ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഖസ്വാഇനെ വായിക്കുമ്പോൾ പടച്ചവനെ അതിന്റെ ഒരു കുളമ്പാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിശ്വസിക്കാത്ത ആരും ലോകത്തുണ്ടാവൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെയാണ് മദീനയിലേക്ക് വന്നത്. എത്ര വലിയ ഭാഗ്യം! ആ ഖസ്വാഇന്റെ മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയത്. ഖസ്വാ എന്ന ഒട്ടകം ഉഹദിൽ പങ്കെടുത്തു. ഖസ്വാ എന്ന ഒട്ടകം ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തു. ഖസ്വാ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ ഇരുത്തിയിട്ട് കഅബയെ തവാഫ് ചെയ്തു. ഖസ്വാ എന്ന ഒട്ടകം ഉംറത്തുൽ ഖളാഇൽ നബി തങ്ങളുടെ കൂടെയുണ്ടായി. ഖസ്വാ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തു. തിരിച്ചു വീണ്ടും മദീനയിലെത്തി. ഇതിനെ ഒരു മൃഗമെന്ന് പറഞ്ഞു മാറ്റിവെക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് തങ്ങൾ ഒരു ഭാഗത്തുണ്ട്. 11 കൊല്ലം മുത്തുനബി തങ്ങളെ ഒട്ടിച്ചേർന്നു നടന്ന ഖസ്വാ എന്ന ഒട്ടകം മുത്തുനബി തങ്ങൾ പറഞ്ഞു നല്ല ലക്ഷണമുള്ളതാണ്. ഒരിക്കലും അത് മോട്ട് കാട്ടിയിട്ടില്ല, കുരുത്തക്കേട് കാണിച്ചിട്ടില്ല. തങ്ങൾ ചെല്ലുമ്പോൾ വഴങ്ങി ഒതുങ്ങിക്കിടക്കും. തങ്ങൾ ഏത് വാഹനത്തിന്റെ മേലെ ഇരുന്നാലും വഹിയിറങ്ങുമ്പോൾ വാഹനത്തിന് താങ്ങാൻ പറ്റൂല. പക്ഷേ ഖസ്വാഇനത് പ്രശ്നമല്ല. ഖസ്വാ എന്ന ഒട്ടകം മറ്റെല്ലാ ഒട്ടകത്തിന്റെയും കൂടെ ഓട്ടമത്സരം നടത്തിയാൽ എപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാൽ ഈ ഒട്ടകത്തിന്റെ മൗലിദ് എത്രയാണ് പറയാനുള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-ന് വഫാത്തായി. പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ പട്ടിണി കിടന്ന് മുത്തുനബി തങ്ങൾ വഫാത്തായ ദുഃഖത്തിൽ മരണപ്പെട്ടുപോയ വാഹനമാണ്. എത്ര വലിയ ഭാഗ്യമാണതിന് കിട്ടിപ്പോയത്! അതിന്റെ ഒരു കുളമ്പിന്റെ അടിയിലൊന്ന് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു പരിഗണന കിട്ടിയേനെ. ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് സ്വർഗത്തിലെത്തുന്ന ഉഹദ് പർവ്വതമുണ്ട്. തങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന ഈത്തപ്പന മരമുണ്ട്. തങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ വസ്തുവകകളെല്ലാം അവിടെ എത്തുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം നാളെ സ്വർഗത്തിലേക്ക് ചേരുന്ന ഭാഗമാണ്. എത്ര വലിയ ഭാഗ്യമായി പോയി! റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ പോലെ പാതിരാത്രിയിലൊന്ന് വെള്ളമെടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു തവണയെങ്കിലും മുത്തുനബി തങ്ങളുടെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരിക്കലെങ്കിലും അവിടുത്തേക്ക് ഒരു വിരിപ്പെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അനസ് ഇബ്നു മാലിക് തങ്ങളെ പോലെ ഒരിക്കലെങ്കിലും സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇമാം മാലിക് തങ്ങളെ പോലെ ഉള്ളറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ അവസരമുണ്ടായില്ല. ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ മഹബ്ബത്തിന്റെ ഹൃദയം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞില്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ തിരുമൊഴികൾ രേഖപ്പെടുത്താനായില്ല. ഇബ്നു ഹജർ തങ്ങളെ പോലെ മുത്തുനബി തങ്ങളുടെ തിരുമൊഴികൾക്ക് വ്യാഖ്യാനം എഴുതാനായില്ല. ഹബീബായ തങ്ങളോട് ചാരത്തു ചെല്ലാൻ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ന് നോക്കുമ്പോ ഒരു ന്യായവും കാണുന്നില്ല. ഈ മഹാന്മാരുടെ പേര് പറഞ്ഞതുകൊണ്ടെങ്കിലും അല്ലാഹ്
സാധുക്കളായ ഞങ്ങളെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ കാരണമായി നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സ്നേഹജനങ്ങളെയും നീയൊന്ന് ചേർത്തു തരണം അല്ലാഹ്. ഇതൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല, ഇതൊരു വിജ്ഞാന വിരുന്നിനു വേണ്ടി ഒരുക്കിയതല്ല. എന്നെങ്കിലും ഒന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒത്തുകൂടിയതാണ്. 1.5 പതിറ്റാണ്ടുകാലമായി ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ വന്നുപോയ എത്രയോ സദസ്സ് മുൻഗാമികളായ ഇമാമുകൾ പറയുന്നതിന്റെ ഒരേഴയലത്തും നിൽക്കാനുള്ളതൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ കഴിയും പോലെ പറയുന്നതാണ്. ഞങ്ങളെ ഒന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കൊന്ന് നിറച്ചു തന്നിട്ട് തങ്ങളെ കാണുന്നവരായി കബൂൽ ചെയ്ത് അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ഈ മഹബത്തിന്റെ വേദിയിൽ സമയം കണ്ടെത്തി കേൾക്കുന്നവരുണ്ട്. അവരെന്റെ വഅദ് കേൾക്കാൻ വന്നതല്ല, അവരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് തങ്ങളെ കേൾക്കാൻ വന്നതാണ്. അവരുടെയും ഞങ്ങളുടെയും ഖൽബ് നീ നന്നാക്കി തരണം അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് നമുക്കിന്ന് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രപഞ്ചം അത് വേണ്ടതുപോലെ ഒരു ദൗഖിലായി ഇത് അവസാനിക്കുന്ന സാധുവായ ഞാൻ അവതരിപ്പിക്കുന്നു ഇപ്പോൾ. ഇത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവേ പരമ്പരകളായി സംഘടിപ്പിക്കാനും പറയാനും ആളുകളെ നീ നിലനിർത്തി ഖായിമാക്കണം അല്ലാഹ്. പക്ഷേ നീ വിളിക്കുന്ന ഒരു അജല് ഞങ്ങൾക്കുണ്ട്. അതെപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. അന്നത്തേക്ക് ഞങ്ങൾക്കുള്ള ഒരു കരുത്തു സ്വത്തായി ഇത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഇതിൽ സംബന്ധിച്ചു പോയി മരണപ്പെട്ട പലരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്.